നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം ഇന്നലെ അബുദാബി കഴിഞ്ഞല്ലോ. ഇപ്പോൾ ആരാധകരൊക്കെ തങ്ങളുടെ സ്ക്വാഡ് അനലൈസ് ചെയ്യുന്നു, അടുത്ത സീസണിലേക്കുള്ള പ്ലാൻ എന്താവും എന്നുള്ളത് നോക്കുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ CSKയുടെ ഹെഡ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സഞ്ജു സാംസണിനെ സ്ക്വാഡിലേക്ക് എത്തിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നു. ESPN ക്രിക്കറ്റ് ഫോർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സഞ്ജുവിനെ എത്തിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദി ഓപ്പർച്യൂണിറ്റി വാസ് ദെയർ. ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ സ്റ്റിൽ കുറച്ച് ലൈറ്റാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞങ്ങളതിനു വേണ്ടി ശ്രമിച്ചു. അതോടൊപ്പം തന്നെ വി ആർ ഓൾസോ ലുക്കിംഗ് അറ്റ് ദി ഫാക്ട് ദാറ്റ് അറ്റ് സം പോയിന്റ് MS വിൽ മൂവ് ഓൺ. യെസ്, അവിടെയാണ് ആ ഒരു സക്സഷൻ പ്ലാനിങ് ഉള്ളത്. അറ്റ് സം പോയിന്റ് MS വിൽ മൂവ് ഓൺ. അപ്പോൾ MS പോകുമ്പോൾ പകരം ആര്? അങ്ങനെ ഒരു ചിന്ത അവിടെയുണ്ട്. സോ ദർ ഈസ് സഞ്ജു സാംസൺ. സോ അദ്ദേഹം പറയുകയാണ്, സഞ്ജു ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്ലെയറാണ്. അവൻ ആ റോള് വളരെ മികച്ച രൂപത്തിൽ ഫില്ല് ചെയ്യും. സോ സക്സഷൻ പ്ലാനിങ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി റിയലി അവിടെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ചിന്തിക്കേണ്ടത് ചെന്നൈ അടുത്ത 2 വർഷം കഴിയുമ്പോൾ എങ്ങനെയെന്നല്ല, അടുത്ത 6 വർഷം കഴിയുമ്പോൾ എങ്ങനെ. ജസ്റ്റ് അഗെയിൻ ലുക്കിംഗ് അറ്റ് റിഫ്രഷിങ്. സോ സീയിങ് വാട്ട് ചെന്നൈ വിൽ ലുക്ക് ലൈക്ക് ഇൻ 6 years ടൈം, നോട്ട് 2 years ടൈം. ആൻഡ് ഉറപ്പുവരുത്തുന്നു ആ ഒരു സക്സഷൻ പ്ലാൻ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന താരങ്ങളെ വെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തുടർച്ച അതാണ് ആവശ്യം. ഇപ്പോൾ MS മൂവ് ഓൺ ചെയ്യും, പിന്നെ അവിടെ കുറച്ചധികം കാലത്തേക്ക് ടീമിനെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാൾ, ആ രൂപത്തിൽ കൂടിയാണ് സഞ്ജുവിനെ കാണുന്നത് എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, CSK അവരുടെ ഫിലോസഫിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഫ്ലെമിംഗ് പറഞ്ഞതായിരുന്നു, ആ വാക്കുകൾ നമ്മൾ ഉദ്ധരിച്ചതാണ് കഴിഞ്ഞ ഇന്നത്തെ CSKയുടെ സ്ക്വാഡ് അനലൈസ് ചെയ്ത വീഡിയോയിൽ. യെസ്, അത് വളരെ വ്യക്തമാണ്. മുമ്പ് എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്തിരുന്ന CSK ഇപ്പോൾ യങ് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തുന്നു, ഭാവിയിലേക്കാണ് അവർ ഉറ്റുനോക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്, ഗെയിം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരല്പം സ്ലോ ആയിരുന്നു ആ വളർച്ചയിൽ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൻ്റെ പകുതി വെച്ചിട്ടാണ് ഈ ഒരു ബിഗ് ഷിഫ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള താരങ്ങളെ നിങ്ങളൊന്ന് നോക്കുക. ചില ഘട്ടങ്ങളിൽ നമുക്ക് പഴയ തിയറീസും ഫിലോസഫീസും ഒക്കെ പിടിച്ചു നിൽക്കാം, പഴയ വിജയങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഐ ജസ്റ്റ് വണ്ടർ ഇഫ് യു ആർ നൗ സീയിങ് ദി പ്രൊഡക്റ്റ് ഓഫ് T20 കമ്മിങ് ടു ദി ഫോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്. നമ്മളത് കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. തീർച്ചയായിട്ടും certainly the year before that my view used to be the experience was going to win. അതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. എക്സ്പീരിയൻസ് ആണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഫിയർലെസ് അത്ലറ്റ്സ് അത് T20 ക്രിക്കറ്റിനാകെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു സ്കിൽ സെറ്റ്, മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്, and they just have no fear about what environment they need to exhibit these skills എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപിടി യുവതാരങ്ങൾ ഇപ്പോൾ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സഞ്ജുവിനെ പോലെയുള്ള ഒരു താരത്തെ എത്തിച്ചതൊക്കെ ആ ഒരു ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.